അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോയിൽ ഒരാൾ ഒരു ഉസ്താദിനോട് ചോദിക്കുന്നുണ്ട്, ചുട്ട കോഴിയെ പറപ്പിച്ച മഹാനല്ലേ നീ പറഞ്ഞ വലിയ, മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന മഹാനല്ലേ നീ പറഞ്ഞ വലിയ, എന്നാൽ ആ മരിച്ചു കിടക്കുന്ന ആൾക്കൊന്ന് ജീവൻ, നിൻ്റെ വലിയനോട് പറഞ്ഞിട്ട് ആ മരിച്ചു കിടക്കുന്ന ആൾക്കൊന്ന് ജീവൻ കൊടുക്കുക എന്ന തരത്തിലുള്ളൊരു ചോദ്യം. ഈ ചോദ്യം തന്നെ ഒരു അബദ്ധമാണ്, അല്ലെങ്കിൽ ഒരു അപ്രസക്തമായ ചോദ്യമാണ്. പണ്ട് സുന്നികളും വഹാബികളും തമ്മിലൊരു സംവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് കൂട്ടരും വ്യത്യസ്തമായ രണ്ട് സ്റ്റേജ് ഉണ്ടാക്കിയിട്ടുണ്ട് ഓപ്പോസിറ്റായിട്ട്. അപ്പോൾ സംവാദത്തിലെ വിഷയം മഹാന്മാരായ ഔലിയാക്കന്മാർക്ക് അള്ളാഹു കൊടുത്ത കഴിവുകളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യാണ്. അപ്പോൾ വഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, മുഹിയുദ്ദീൻ ഷെയ്ഖിന് നിങ്ങൾ ഈ പറഞ്ഞ കഴിവുകളൊക്കെ അള്ളാഹു കൊടുത്തിട്ടുണ്ട്, മുഹിയുദ്ദീൻ ഷെയ്ഖിന് കഴിവുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഭക്ഷണം ഇപ്പോൾ തന്നെ ഈ സ്റ്റേജ് കണ്ട് ഇറങ്ങി വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ തന്നെ സുന്നി പക്ഷത്തുള്ള ഉസ്താദ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നിൽക്കുന്ന സ്റ്റേജ് ഇപ്പം തന്നെ കണ്ട് തകർന്ന് വീഴട്ടെ, കണ്ട് പൊളിഞ്ഞു ചാടട്ടെ എന്നും പറഞ്ഞു. അപ്പോൾ വഹാബി ചോദിച്ച ഭക്ഷണം അദ്ദേഹത്തിൻ്റെ സ്റ്റേജിലേക്ക് ഇറങ്ങിയതുമില്ല, സുന്നികൾ പറഞ്ഞതുപോലെ സ്റ്റേജ് പൊളിഞ്ഞാടിയതുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അള്ളാഹ്ക്കും കഴിവില്ല എന്നോ മഹാന്മാരായ ഔലിയാക്കന്മാർക്കും കഴിവില്ല എന്നോ വരുമോ? ഒരിക്കലും വരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് മക്കളുണ്ടായിരുന്നു, 7 മക്കളോളം ഉണ്ടായിരുന്നു. ഈ 7 മക്കളിൽ ഭൂരിഭാഗം മക്കളും വളരെ ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെട്ടു. ഏതൊരു മാതാപിതാക്കൾക്കും മക്കൾ മരണപ്പെടുമ്പോൾ വിഷമമുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വിഷമമുണ്ടായിരുന്നു. വേണമെങ്കിൽ അള്ളാഹുവിനോട് ഒന്ന് പറഞ്ഞാൽ മതി, അള്ളാഹു എൻ്റെ മക്കളെങ്ങനെ മരിപ്പിക്കല്ലേ, എൻ്റെ മക്കൾ എനിക്ക് ജീവനോടെ വേണമെന്നൊക്കെ അള്ളാഹുവിനോട് റസൂൽ ഒന്ന് പറഞ്ഞാൽ മതി. ആരാണ്? അള്ളാഹുവിൻ്റെ സ്വന്തം ആളാണ്, പ്രവാചകനാണ്. ചോദിച്ചാൽ എന്തും അള്ളാഹു അതുപോലെ കൊടുക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ക്ഷമിച്ചു. ബദർ നമുക്കൊക്കെ അറിയാം. ബദറിൻ്റെ അവസ്ഥ എന്തായിരുന്നു? വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. വേണ്ട രൂപത്തിലുള്ള ആയുധങ്ങളില്ല, ആരോഗ്യമില്ല, ആൾബലമില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള മുസ്ലിം സൈന്യം ഏറ്റുമുട്ടാൻ പോകുന്നത് എല്ലാം കൊണ്ടും തയ്യാറെടുത്ത ആയിരക്കണക്കിന് വരുന്ന ശത്രു സൈന്യങ്ങളോടാണ് ഏറ്റുമുട്ടിയത്. സത്യത്തിൽ അങ്ങനെ ഒരു യുദ്ധം അവിടെ അള്ളാഹ്ക്ക് വേണ്ടി നടത്തേണ്ടിയിരുന്നില്ല. കാരണം അള്ളാഹ്ക്ക് ഇപ്പോൾ യുദ്ധം നടത്താതെ തന്നെ ഇസ്ലാം ദീനിവിടെ നിലനിർത്താൻ അള്ളാഹിനെ കൊണ്ട് കഴിയും. പക്ഷേ എന്തിനാണ് ബദർ നടത്തിയത്? ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ലിയത്തഖിദ മിൻകും ശുഹദാ, നിങ്ങളിൽ നിന്ന് ശുഹദാക്കളെ തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ ഈ ബദർ നടത്താതെയും അള്ളാഹുവിന് ശുഹദാക്കളെ തിരഞ്ഞെടുക്കാം. പക്ഷേ നമ്മളെ അത് കാണിപ്പിക്കണം. നമുക്കറിയില്ലല്ലോ ആരൊക്കെയാണ് ശുഹദാക്കൾ, അതുപോലെ തന്നെ ശുഹദാക്കൾ കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്തൊക്കെയാണ് എന്നും നമുക്കറിയില്ല. ഇനി അതും അഥവാ ബദർ നടത്താതെയും അള്ളാഹ്ക്ക് നമ്മളെ അറിയിക്കാം, ഇന്നവരൊക്കെയാണ് ശുഹദാക്കൾ. അതിനും അള്ളാഹ്ക്ക് കഴിയില്ല, അതിനും അള്ളാഹ്ക്ക് കഴിയും. എന്നാൽ അങ്ങനെ ചെയ്തുകൂടായിരുന്നോ? അവിടെ വീണ്ടും ഒരു ചോദ്യം വരും. അതിൻ്റെ മറുപടി നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഒരു നന്നായി പഠിക്കുന്ന ഒരു കുട്ടി എവിടെ നിന്ന് എപ്പോൾ ചോദിച്ചാലും കുട്ടി മറുപടി പറയും. ക്ലാസ്സിൽ നല്ല പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണ് എന്ന് കരുതിയിട്ട് ഈ കുട്ടി പരീക്ഷയ്ക്ക് പോകാതിരുന്നാൽ കുട്ടി തോൽക്കും. എനിക്കെല്ലാം അറിയും, എവിടെ നിന്നും എന്ത് ചോദിച്ചാലും എനിക്ക് മറുപടി കിട്ടും എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നത് കൊണ്ട് കുട്ടി ജയിക്കൂല. പരീക്ഷയിൽ ജയിക്കണമെങ്കിൽ പരീക്ഷയിൽ പങ്കെടുക്കണം, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം, ആ സംഗതി ഇവിടെ നടക്കണം. അപ്പോൾ അള്ളാഹു ഓരോരോ സംഭവങ്ങൾ നടത്തുന്നത് അതിൻ്റെ പിന്നിൽ അള്ളാഹു ഉദ്ദേശിച്ച വലിയൊരു കാര്യം ഉണ്ടാവും. അത് ഇവിടെ സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കാരണമായിട്ടാണ് ആ സംഭവങ്ങളൊക്കെ നടത്തുന്നത്. ഇപ്പോൾ ബദർ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് ശുഹദാക്കളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ശുഹദാക്കൾക്കുള്ള പ്രതിഫലം അത് ഇന്നതൊക്കെയാണ്, അവർക്ക് കിട്ടുന്ന പ്രതിഫലം മറ്റുള്ളവർ കാണണം, അത് കൊതിക്കണം. അപ്പോൾ ആ ഒരു വലിയൊരു സംഭവം, ശുഹദാക്കളെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന വലിയൊരു സംഭവം അവിടെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാരണമാണ് ബദർ എന്നുള്ളത്. ഇങ്ങനെ ഓരോ സംഭവങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വെച്ചിട്ട് മഹാന്മാരായ ഔലിയാക്കൾക്ക് കഴിവില്ല എന്ന് വരുമോ? ഒരിക്കലുമില്ല. ഇപ്പോൾ ചുട്ട കോഴിയെ പറപ്പിക്കാൻ അള്ളാഹ്ക്ക് കഴിയില്ല, എന്നാൽ അള്ളാഹിനോട് പറഞ്ഞാൽ പോരെ. ജീവിപ്പിക്കാൻ, മരിച്ചവരെ ജീവിപ്പിക്കാൻ മഹാന്മാർക്ക് മാത്രമല്ല, അള്ളാഹ്ക്ക് അതിനും വലിയ കഴിവുണ്ടല്ലോ, അള്ളാഹിനെ കൊണ്ടും കഴിയില്ലേ, അള്ളാഹിനോട് പറഞ്ഞാൽ പോരായിരുന്നോ? അപ്പോൾ ഈ ചോദ്യം വളരെ മണ്ടൻ ചോദ്യമാണ്. അഥവാ എല്ലാവർക്കും കഴിവുണ്ട്. അള്ളാഹുവിൻ്റെ കഴിവ് എന്ന് പറയുന്നത് ദാത്തിയായ കഴിവാണ്, അള്ളാഹ്ക്ക് സ്വയമുള്ള കഴിവാണ്. മഹാന്മാർക്കും കഴിവുണ്ട്. അതെങ്ങനെയാണ്? ഈ അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ പല നിലക്കുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ
അതൊന്നും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പം തന്നെ നടക്കണം. അത് നടന്നിട്ടില്ലെങ്കിൽ അള്ളാഹ്ക്ക് കഴിവില്ല, മഹാന്മാർക്ക് കഴിവില്ല എന്നൊന്നും വരില്ല. അവർക്കൊക്കെ കഴിവുണ്ട്. ഒന്ന് അള്ളാഹിൻ്റെ സ്വയം കഴിവാണ്, മഹാന്മാരുടെ കഴിവെന്ന് പറഞ്ഞ് അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടില്ലെങ്കിൽ അള്ളാഹ്ക്ക് കഴിവില്ല, മഹാന്മാർക്ക് കഴിവില്ല എന്നൊന്നും വരില്ല. ഇത്തരം ചോദ്യങ്ങൾ തന്നെ വഹാബികൾ ഉന്നയിക്കുന്ന ഒരു മണ്ടൻ ചോദ്യമാണ്. ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.